പാടിക്കോ എന്നാണ്ട് വിശേഷമൊക്കെ? നല്ല വിശേഷം. എന്താ പറ്റി? മുഖമൊക്കെ വല്ല ചുളുങ്ങിയൊക്കെ ഇരിക്കുന്നത്, എന്നാ പറ്റി? രാവിലെ തന്നെ ആലീസ് വഴക്ക് തുടങ്ങിയിട്ടുണ്ട്. എന്താ വിഷയമെന്ന് ഞാൻ ചോദിക്കുന്നില്ല, പെണ്ണ് വിഷയമായിരിക്കുമല്ലോ. ഇപ്രാവശ്യം ഇച്ചിരി മാറ്റമുണ്ട്, പെണ്ണ് വിഷയമല്ല. അപ്പം ഇംപ്രൂവൈസേഷൻ ഉണ്ട് പുള്ളിക്ക്. നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. എന്നാ പറ്റിയപ്പോ? അടുത്ത ആഴ്ച ഞാൻ ലീവ് എടുക്കണമെന്ന്. അവളുടെ അങ്കിളും ആന്റിയും വരുന്നുണ്ടെന്ന്. അതിന് ലീവ് എടുത്ത് നാട്ടിൽ പോകണോ അത്രേ. നമുക്ക് സർക്കാർ ഉദ്യോഗമില്ല, അങ്ങനെ പെട്ടെന്ന് ലീവ് എടുക്കാൻ പറ്റുമോ? ഇതൊക്കെ ഈ പെണ്ണുങ്ങളോട് വല്ലതും പറഞ്ഞേച്ച് കാര്യമുണ്ടോ? എന്റെ വീട്ടിലെ അവസ്ഥ ഇത് തന്നെ സാറേ. സർക്കാർ ഉദ്യോഗം കിട്ടിയോ? സർക്കാർ ഉദ്യോഗസ്ഥം കിട്ടിയെന്നുള്ളതല്ല, ഇപ്പൊ ഞാൻ വീട്ടിൽ ചെന്നിട്ട് സുമിത്രയോട് പറയാം, എന്റെ സുമിത്ര ഞാൻ ഇത്തിരി തിരക്കാം എന്നെങ്ങാനും പറഞ്ഞ അത് എവിടെയായി എന്നതായി എപ്പോഴാന്ന് ഇപ്പൊ അങ്ങ് തുടങ്ങും. ഞാൻ പറയുന്നത് ഈ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ വല്ല ജോലിക്കും പറഞ്ഞു വിടണം. ജോലിക്ക് വിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് കുറെ കാര്യങ്ങളുണ്ടാവും. എന്നാ? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാളുടെ വരുമാനം കൂടെ നമ്മുടെ കയ്യിലോട്ട് കിട്ടുക. അപ്പൊ കാശിന്റെ ബുദ്ധിമുട്ട് അങ്ങ് മാറി കിട്ടും. 2, ഒരു ജോലിയിലേക്ക് അങ്ങ് ഇറങ്ങി ചെന്ന് കഴിയുമ്പോൾ ആ ജോലിയുടെ വിഷമം എന്നാന്നുള്ള കാര്യം ഈ പെണ്ണുപിള്ളമാർക്ക് അറിയാൻ പറ്റും. വെറുതെ വീട്ടിലിരിക്കുന്ന പെണ്ണുപിള്ളമാരോട് ഇതൊക്കെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവത്തില്ല. 3, സ്വന്തമായിട്ട് ജോലിയും തിരക്കും ഒക്കെ ആകാൻ നേരത്ത് അവരതിന്റെ പുറകെ അങ്ങ് പൊക്കോളും. നമ്മുടെ നെഞ്ചത്ത് കയറാൻ വേണ്ടി വരുവോ ഇല്ല, നമുക്ക് ഇരട്ടി സന്തോഷവും കിട്ടും. സംഭവമൊക്കെ ശരിയാ. അങ്ങനെ ആലീസിന് വല്ല ജോലിയും കിട്ടണ്ടേ? ജോലി കിട്ടിയാൽ തന്നെ അവള് പോകത്തുമില്ല. സാറിന് സമ്മതമാണെന്നുണ്ടെങ്കിൽ ആലീസിനെ ജോലിക്ക് പറഞ്ഞു വിടുന്ന കാര്യം ഞാനേ ഒന്ന് പോവാ. എത്ര ഞാനൊരു സാധനം ഏറ്റു കഴിഞ്ഞാൽ അത് ഏറ്റാ. സാറിന് അറിയാമല്ലോ, പവിത്രനെ അറിയാമല്ലോ. എന്ത് ജോലി? ടൗണിൽ എൻ്റെ ഒരു കൂട്ടുകാരുടെ ഒരു ബ്യൂട്ടി പാർലർ ഉണ്ട്. അവിടെ ഇപ്പോൾ ബ്യൂട്ടീഷ്യൻ ക്ലാസ് പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല അവിടുന്ന് പഠിച്ചിറങ്ങിയ അവിടെ തന്നെ ജോലി. ഇപ്പൊ ആലീസിനാകുമ്പോൾ അവിടെ ജോലി ചെയ്യണമെന്നില്ല, ഇഷ്ടം പോലെ കാശുണ്ട്, ഒരു ബ്യൂട്ടി പാർലർ അങ്ങ് കിട്ടാൽ മതി. എന്നാ പറയുന്നത്? ആരാ ഈ സ്ഥാപനം നടത്തുന്ന? നിരുപമയെന്ന് പറയും. നിരുപമ. പിന്നെ KSRTC സ്റ്റാൻഡിന്റെ അടുത്തുള്ള ആ ബ്യൂട്ടി പാർലറിലെ നിരൂപമയാണോ? അതോ നിരുപമ സാറിനറിയോ? എന്റെ പൊന്ന് പവിത്ര, വേറെ ആരെയും കിട്ടിയില്ലേ? എന്തോ ഈ നിരുപമ എനിക്ക് അറിയാന്നേ. സാറിന് എങ്ങനെയല്ലേ അവളെ അറിയാം? അവർക്ക് വീട്ടിൽ 3-4 പട്ടികളുണ്ട്. അവർ സ്ഥിരമായിട്ട് ഈ പട്ടികളെയും കൊണ്ട് എന്റെ ആശുപത്രിയിൽ വരും. വന്നു കഴിഞ്ഞാൽ പിന്നെ കൊഞ്ചലും കുഴയലും ഒക്കെ ആയിട്ടുണ്ടല്ലോ. വെളിയിൽ വെച്ചെങ്ങാനും കാണുകയാണെങ്കിൽ നമ്മളെ പിടിച്ചു നിർത്തി അടുത്ത് വന്ന് സംസാരിക്കും. വേറെ ആരെങ്കിലും കണ്ടുകൊണ്ട് വന്നോണ്ടല്ലോ നമ്മൾ തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് തോന്നും. ഈ ഇടയ്ക്ക് ഞാൻ കാറിൽ പോവായിരുന്നേ, അപ്പൊ അവര് പെട്ടെന്ന് തന്നെ കൈ കാണിച്ചു. എന്നിട്ട് ഞാൻ നിർത്തി കൊടുത്തു. എന്താ കാര്യമെന്ന് അറിയണമല്ലോ. നിർത്തിയത് ചാടി കയറി ഇരുന്നിട്ട് പറഞ്ഞു എന്നെ നേരെ കൊണ്ട് വീട്ടിൽ വിടാനായിട്ട്. വീട്ടിലോട്ട് പോയോ കാറിൽ? എന്നെ വീട്ടിൽ കൊണ്ട് വിടേണ്ടി വന്നു. ഈ വിവരം എങ്ങാനും ആലീസ് അറിഞ്ഞുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞങ്ങളെല്ലാരും കൂടെ കോട്ടയത്ത് പോകേണ്ട വരത്തില്ലായിരുന്നു? എന്തിന്? സാറിന്റെ ചവടക്കിന് വേണ്ടിയിട്ട്. തീർച്ചയല്ലേ. സാർ അത് വലിയ കാര്യമാക്കൊന്നും വേണ്ട. സാറും അവരും തമ്മിലുള്ള പരിചയം ഉണ്ടെന്നുള്ള കാര്യം ആലീസ് അറിയാതിരുന്നാ പോരെ? അതൊക്കെ പറ്റുമോ? അതൊക്കെ അങ്ങ് ഞാൻ പറ്റിക്കും. ആ കാര്യം ഞാൻ നിരുമയോട് പറഞ്ഞ് ഞാൻ സമ്മതിപ്പിച്ചോളാം. എന്റെ സാറിന്റെ കാര്യമാകുമ്പോൾ പുള്ളിക്കാരിക്ക് ഭയങ്കര ഇൻട്രസ്റ്റും കൂടെ ആയിരിക്കും. അവസാനം വെളുക്കാൻ തേച്ചത് പാണ്ടാവും. ഒരു പാണ്ടും ആവുമല്ല. പക്ഷെ വേറൊരു കാര്യം, ആലീസിനെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്ന കാര്യം സാറേറ്റണം. ആലീസിനെ ഞാൻ എങ്ങനെ പറയാം? അത് പവിത്ര. അതാ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്കത് കലിച്ച് ഞാൻ ഇങ്ങനെ. അത് വേണ്ട, അതങ്ങ് വിട്ടേരെ. ഇല്ലെന്ന് വീട്ടിൽ ചെന്ന് കേറിയ ബഹളമാ. ഇപ്പൊ ഞാൻ കണ്ടാ സുമിത്രയായിട്ട് ബഹളം കഴിഞ്ഞിട്ട് വരുന്ന വഴിയാ. ആണോ? എന്ത് പറ്റി? കാര്യം അവക്ക് വീട്ടിലിരിക്കാൻ മേലെന്ന്. ഒന്ന് കേൾക്കണേ, അവക്ക് വീട്ടിലിരിക്കാൻ മേല. അവക്ക് ഇപ്പൊ ജോലിക്ക് പോകണം. 10 പൈസ സമ്പാദിച്ചാൽ അത്രേ ആവുമല്ലേ. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് ജോലി ഉണ്ട്, ഒരു അന്തസ്സാണ്. അന്തസ് എന്തിനാ? ജോലിയുടെ ഒന്നും ഒരു ആവശ്യമില്ല. പെണ്ണുങ്ങൾക്ക് അന്തസ് വേണമെങ്കിൽ വീട്ടിൽ ഇരുന്നാലും മതി. എന്റെ കൊച്ചിനെ തന്നെ നോക്ക്, ഒരു ജോലിക്ക് ഇന്നേ വരെ പോയിട്ടില്ല. അന്തസ്സിന് എന്തെങ്കിലും കുറവുണ്ടോ? ഇച്ചിരി നീങ്ങി നേടി. ഇത് അന്തസ്. അങ്ങോട്ട് നിൽക്കാൻ പറഞ്ഞ അങ്ങോട്ട് നിൽക്കും, ഇങ്ങോട്ട് നേടി. ഇങ്ങോട്ട് നിൽക്കാൻ പറഞ്ഞ എന്ത് ഇങ്ങോട്ട് നിൽക്കും. അതാണ് അന്തസ്. എന്റെ കൊച്ചിനെ കണ്ടുപിടി. അയ്യോ, ഈ സുമിത്രയുടെ ഒക്കെ ഒരു കാര്യം ഒന്ന് ആലോചിച്ചോണേ. എൻ്റെ ആലീസ് ഇത് കേൾക്കണേ. ടൗണിൽ ഒരു ബ്യൂട്ടി പാർലർ ഉണ്ട്. അതിൻ്റെ ഉടമസ്ഥത പറഞ്ഞ എൻ്റെ ഒരു കൂട്ടുകാരിയാ, നിരുപമയെന്ന് പറയും. അവിടെ ഇപ്പോൾ ഈ പിള്ളേരെയൊക്കെ ബ്യൂട്ടീഷ്യൻ ക്ലാസ് പഠിപ്പിക്കുന്നുണ്ട്. എന്ത് ചെയ്യുമെന്ന് പറയാം. പക്ഷെ വേറൊരു കാര്യം, അവിടെ പഠിച്ചിറങ്ങി അവിടെ തന്നെ ജോലിയാ. ഭയങ്കര സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവമേ എന്നാ സെറ്റപ്പാന്ന് അറിയോ അവിടെ. ഇപ്പം അവിടെ പോകണമെന്നും പറഞ്ഞുകൊണ്ട് വാശി പിടിക്കുക സുമിത്ര. അതിന് പാൻ പിടിച്ച എൻ്റെ അവിടെ ഇരിക്കുന്ന കാശ്. കാശില്ലാത്ത നമുക്ക് അവിടെ എത്തിപ്പെടാൻ പോലും പറ്റുമല്ലോ. പക്ഷേ കാശുള്ളവർക്ക് ഇതിലപ്പം ആലീസിനൊക്കെ പറ്റും കേട്ടോ. കാര്യം പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഒരു ബ്യൂട്ടി പാർലർ സ്വന്തമായിട്ടാണ് കിട്ടേക്കണം. ഒരു ബ്യൂട്ടി പാർലറൊക്കെ സ്വന്തമായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് എൻ്റെ ദൈവമേ എന്നാ ഗമയായിരിക്കും. സാറിനോട് പറഞ്ഞാൽ പോരെ ഒരു ബ്യൂട്ടി പാർലർ ഇട്ട് തരാൻ വേണ്ടിയിട്ട്. ഇനി പിന്നെ വേറെ പൈസയുടെ ആവശ്യത്തിന് വേണ്ടി സാറിൻ്റെ അടുത്ത് നിന്ന് കൈ കിട്ടേണ്ട ആവശ്യവും വരത്തില്ല. പവിത്ര, മറ്റേ പേര് പറഞ്ഞല്ലോ. അല്ല, മറ്റേ പാർലറുള്ള
നിരുപമ 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 ആ ഈ നിരുപമ എന്നെ പഠിപ്പിക്കൂ. പഠിപ്പിക്കുവോന്ന് എന്നാ ചോദ്യമാ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ആ ഡോക്ടർ സമ്മതിക്കണ്ടേ. അപ്പൊ ഞാൻ പറട്ടെ, എനിക്ക് പോയിട്ട് കുറെ പരിപാടിയുണ്ട്. ആ ആ പൈസ എവിടെ നിന്ന് ഉണ്ടാക്കാനാ? ഇച്ചായ ഇങ്ങോട്ട് നോക്ക്. ഞാനൊരു കാര്യം ആത്മാർത്ഥമായിട്ട് ഇച്ചായൻ്റെ അടുത്ത് ചോദിക്കട്ടെ. വളച്ചു കെട്ടില്ലാതെ ആത്മാർത്ഥമായിട്ട് എൻ്റെ പൊന്നുമക്കളെ ചോദിക്ക്. ഞാൻ ഇവിടെ ഇങ്ങനെ പണിയൊന്നും ഇല്ലാതെ ഓരോന്നൊക്കെ ആലോചിച്ചൊക്കെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇച്ചായനോട് എപ്പോഴും വഴക്കിടുന്നതെന്നല്ല ഇച്ചായൻ പറയുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് നമുക്കൊരു ജോലി ചെയ്യാൻ പറ്റില്ല, ബാക്കിയുള്ളവരെ കൂടെയൊക്കെ കൺസിഡർ ചെയ്യണം എന്നേ ഉദ്ദേശിച്ചു. എന്താന്ന് പറഞ്ഞ ജോലിയല്ലേ? അതാ ഞാൻ പറഞ്ഞു വന്നത്. ഞാനൊരു ജോലിക്ക് പോയാലോ? എന്ത് ജോലി? കണ്ട 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 എന്ത് കണ്ട കണ്ട കണ്ട? ഞാനൊരു കാര്യം പറഞ്ഞപ്പോ തന്നെ ഇച്ചായൻ അത് തമാശിച്ച്. തമാശിച്ചല്ലടി. ആണ്, എനിക്ക് ഡിഗ്രി ഒന്നും ഇല്ലാത്തോണ്ടല്ലേ ഇച്ചായൻ പറഞ്ഞ എനിക്ക് ജോലി കിട്ടത്തില്ല. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഡിഗ്രി ഇല്ലാത്ത എത്രയോ പേര് നല്ല ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട്. ആ അങ്ങനത്തെ ഒരു ജോലിയുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതെന്ത് ജോലിയാണെന്ന് ഞാൻ ചോദിച്ചത്. ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങിയാലോ? അതിന്റെ കൂടെ ഒരു ടൈലറിംഗ് ഷോപ്പ്. നല്ല ലാഭം കിട്ടും ഇച്ചായ. ലാഭത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, എനിക്ക് ഈ പറഞ്ഞ പണിയല്ല അറിയാവോ? പിന്നെ ടൈലറിംഗ് എനിക്ക് അറിയത്തില്ല. ആ പക്ഷെ അതിന് ആളെ വെക്കാം. ബ്യൂട്ടീഷ്യൻ പോയി പഠിക്കാം. രണ്ടും അറിയില്ല. അങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്. ബ്യൂട്ടീഷ്യൻ പോയി പഠിച്ചിട്ട് പിന്നെ കുറച്ച് നാള് പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് അറിയാൻ പറ്റുമല്ലോ. ആരാ പഠിപ്പിക്കാൻ പോകുന്നത്? പഠിപ്പിക്കാനൊക്കെ ആളുകളുണ്ട്, ഒരുപാട് പേരുണ്ട്. ആരാണാവോ? നിരുപമ. നിരുപമ? ആ അങ്ങനെ ഒരു പേര് ഞാൻ കേട്ടിട്ടേ ഇല്ല. അങ്ങനെ ഒരു പേര് ഇച്ചായം കേൾക്കാനായിട്ട്. അവരൊരു ബ്യൂട്ടീഷ്യൻ അല്ലേ. അവർക്ക് ടൗണിൽ വലിയൊരു ഷോപ്പുണ്ട്, നിറച്ച് സ്റ്റാഫും ഉണ്ട് അവിടെ. ടൗണിൽ എവിടെ? ബസ് സ്റ്റാൻഡില്. ബസ് സ്റ്റാൻഡില്ല? ബസ് സ്റ്റാൻഡിന്റെ അടുത്ത്. ബസ് സ്റ്റാൻഡിന്റെ അടുത്തൊക്കെ ഞാൻ പോകുന്നതാണല്ലോ. ഞാൻ ഇങ്ങനെ ഒരു സ്ഥാപനത്തെ കുറിച്ച് കേട്ടിട്ടേ ഇല്ല, കണ്ടിട്ടുമില്ല. എന്റെ ഇച്ചായം ശ്രദ്ധിക്കാണ്ടായിരിക്കും. പവിത്രനൊക്കെ ഈ ഷോപ്പ് അറിയാം, അവിടെ ഒരുപാട് സ്റ്റാഫ് ഉണ്ടെന്നാ പറഞ്ഞത്. പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ നമുക്കൊരു പാർലർ തുടങ്ങാം. പിന്നെ വെച്ചടി കയറ്റുമായിരിക്കും. ആലിസേ, ബിസിനസ് എന്ന് പറയുന്നത് ഒരു തപസ്യയാണ്. നമുക്ക് ഭയങ്കരമായിട്ട് അർപ്പിച്ചാൽ മാത്രമേ അതിലെ ലാഭം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ക്ഷമ അത്യന്താപേക്ഷികമാണ്. നിനക്കാണെങ്കിൽ ക്ഷമ ഒട്ടുമില്ല, പെട്ടെന്ന് ദേഷ്യം വരും, വഴക്കിടും, കൊണ്ട് ബിസിനസ് ലാഭമാവില്ല. അതൊന്നുമില്ല. നിരുപമയുടെ പാർലറിൽ ഒരുപാട് സ്റ്റാഫുകൾ ഉണ്ടെന്നാ പവിത്രം പറഞ്ഞത്. പവിത്രം പറഞ്ഞില്ലേ? പവിത്രം കൊണ്ടുവന്ന ആളാണെങ്കിലേ ആളത്ര വെടുപ്പായിരിക്കില്ല. അയ്യേ ഇച്ചായ, വെറുതെ അറിയാൻ പാടില്ലത്തിനെ പറ്റിയിട്ട് വെറുതെ അപവാദം പറയരുത്. അറിയുന്നതിന് പവിത്രന്റെ പരിചയക്കാരിയല്ലേ ഇങ്ങനെ ഇരിക്കും. ഇച്ചാനെങ്കിൽ ഒരു ദിവസം എന്റെ കൂടെ വാപ്പ അവരെ പരിചയപ്പെടാലോ. വേണ്ട, പരിചയപ്പെടേണ്ട ആവശ്യം എന്താ? ഞാൻ അങ്ങനെ പരിചയപ്പെടുന്ന പ്രശ്നമേ ഇല്ല. ഇങ്ങനെയുള്ള സ്ത്രീകളെ പരിചയപ്പെട്ടിട്ട് എനിക്ക് എന്ത് ചെയ്യാനാ? ഞാൻ ജീവിതത്തിൽ ഒരു തീരുമാനം എടുത്തു, എനിക്ക് പരിചയമില്ലാത്ത ഒരാളെ ഞാൻ ഇനി പരിചയപ്പെടില്ല. അങ്ങനെ നമ്മൾ പരിചയപ്പെട്ടാലേ, നമ്മൾ അവരെ പോയി അങ്ങോട്ട് പരിചയപ്പെട്ടാൽ അവർക്കൊരു വില ഉണ്ടാവില്ല. അവർ നമ്മളെ കുറിച്ച് അനാവശ്യം പറഞ്ഞുകൊണ്ട് നടക്കും. കണ്ട ഞാനൊരു ജോലിയുടെ കാര്യം പറഞ്ഞപ്പോ തന്നെ ഇച്ചാൻ അതിന്റെ ഇടയിൽ ഇടങ്കോലിടാൻ തുടങ്ങി. എന്താ കാര്യം? എനിക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാ പിന്നെ ഇച്ചാനെ വഴക്കടിക്കുമ്പോ വിളിച്ച് കൂവാൻ പറ്റത്തില്ലല്ലോ. ജോലിയില്ലാത്തോളന്ന് അതല്ലേ ഇച്ചായ? അത് മാത്രമല്ല, 10 വയസ്സോടെ വരുമാനം എനിക്ക് വന്നു കഴിഞ്ഞാൽ ഇച്ചാന്റെ മുമ്പിൽ വന്ന് കൈ നീട്ടുണ്ടല്ലോ, എന്തെങ്കിലും താന്ന്. അതിൽ ഇച്ചാനെ ഈഗോ അടിച്ചിട്ടല്ലേ? എന്തെങ്കിലും പറയുമ്പോ പറഞ്ഞാൽ